ഇന്ന് ഈ പെട്ടിയും പിടിച്ചുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈ വരെ ഒരു യാത്രയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്ടി ഒന്ന് പാക്ക് ചെയ്യാമെന്ന് വെച്ചാണ് ഇരിക്കുന്നത്. ഞാനും അമ്മയും അച്ഛനും കൂടെയാണെന്ന് പോകുന്നത്. ട്രെയിനിലാണ് പോകുന്നത്. അപ്പോൾ നാദബ്രഹ്മം എന്നൊരു സഭയുണ്ട് ചെന്നൈയിൽ. അപ്പോൾ അവിടുത്തെ നാദവിനോദിനി എന്നൊരു അവാർഡ് ഈ തവണ എനിക്കാണ് കിട്ടുന്നത്. അപ്പോൾ അത് മേടിക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ അമ്മയ്ക്ക് 2 സാരി എടുത്ത് വെക്കുന്നുണ്ട്. ഒരു പ്രോഗ്രാമേ ഉള്ളൂ എങ്കിലും അമ്മയ്ക്ക് ഡൗട്ട് ഇതിലേത് എടുക്കണമെന്ന്. അപ്പോൾ അതുകൊണ്ട് 2 സാരി എടുത്ത് വെക്കുന്നുണ്ട്. ഇതിലേത് കൊള്ളാം? യെല്ലോ കൊള്ളാം അല്ലേ? പിന്നെ ഒരു ജീൻസ് എടുത്ത് വെച്ചു, എൻ്റെ ഒരു ഫ്രോക്ക് എടുത്ത് വെച്ചു, പിന്നെ അമ്മയുടെ സാരിയുള്ള ബ്ലൗസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ ബർത്ത്ഡേയും കൂടാണ് ഞങ്ങൾ പോകുന്ന ദിവസം. അപ്പോൾ അതുകൊണ്ട് അച്ഛന് അമ്മ വാങ്ങിച്ചു കൊടുത്ത കൈലിയും പിന്നെ ഷർട്ടും ആണ് എടുത്ത് വെക്കുന്നത്. പിന്നെ പ്രോഗ്രാം ഇടാൻ വേണ്ടിയിട്ട് അച്ഛന് നല്ലൊരു ഷർട്ടും മുണ്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനൊരു ടോപ്പും പാൻറ്റും എടുത്തു പുറത്തൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അതുകൂടാതെ പിന്നെ ഈ കാണുന്ന ഡ്രസ്സില്ലേ, ഇത് പ്രോഗ്രാം ഡേയിൽ ഇടാൻ വേണ്ടിയിട്ട് വെച്ചാണ്. നല്ലൊരു ഫ്രോക്കാണ്. ഇത് ഞാൻ പോത്തീസിൽ നിന്ന് മീറ്ററും തുണി എടുത്തിട്ട് തയ്പ്പിച്ചാണ്. ഇത് പുറത്ത് കൊടുത്ത് ഞാൻ തേപ്പിച്ചായിരുന്നു. പക്ഷേ പിന്നെയും ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ചുളുങ്ങിപ്പോയി. അതുകൊണ്ട് ഒന്നും കൂടെ തേച്ച് മടക്കി വെക്കാമെന്ന് വിചാരിച്ച് അതും എല്ലാം മടക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഡ്രസ്സിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി മറ്റ് അക്സസറീസ് നോക്കുകയാണെങ്കിൽ വീട്ടിൽ റൂമിലിടാൻ വേണ്ടിയിട്ട് ഒരു ചെരുപ്പും ചപ്പലെടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും എൻ്റെ ഒരുങ്ങുന്ന സാധനമാണ്. അത് ഫുൾ നിറച്ച് ഒരുങ്ങുന്ന സാധനം എല്ലാം പാക്ക് ചെയ്ത്. പിന്നെ എന്ത് മറന്നാലും ഞാൻ ജിമിക്ക് മറക്കില്ല. അപ്പം 3-4 സെറ്റ് ജിമിക്ക് ഞാൻ ഒരു ഡപ്പയ്ക്കകത്താക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രഷും പേസ്റ്റും എല്ലാം എടുത്ത് വെച്ച് പെട്ടി അടച്ചു. ഇപ്പം ചെന്നൈയിൽ പോയ പ്രോഗ്രാമിൻ്റെ വീഡിയോസ് നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യാമേ. ബൈ.